പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളാൻ നിരവധി വ്യക്തികൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്തു ചെയ്യണം? എനിക്ക് കർത്താവിൻ്റെ കൂടുതൽ അനുഭവം വേണം, എനിക്ക് കർത്താവിൻ്റെ ഇടപെടൽ വേണം, ഞാൻ എന്തു ചെയ്യണം? 85-ാം സങ്കീർത്തനത്തിൽ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നാം ഈ വിഷയത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ പോവുകയാണ്. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനം നേരിട്ട് പറയാം. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ മഹത്വം ഉദിക്കാൻ ഹൃദയപൂർവം കർത്താവിങ്കിലേക്ക് തിരിയുക. വീണ്ടും വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം അടുത്ത് വരുന്ന പോലെ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ അനുഭവമുള്ള മക്കൾ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും എളിമപ്പെടണം. ദൈവ ഭയത്തോടു കൂടിയുള്ള ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കണം. ദൈവഭയത്തോടു കൂടിയുള്ള സംസാരം, നടപ്പ്, ഇരിപ്പ്, ചിന്ത, എല്ലാ മണ്ഡലങ്ങളിലും ഒരു പൊളിച്ചെഴുത്ത് ഇന്ന് കർത്താവ് വചനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളാൻ ഹൃദയപൂർവം നാം ദൈവത്തിങ്കലേക്ക് തിരിയണം. അവിടുത്തെ ഭയപ്പെടുന്ന ദൈവഭയമുള്ള ഒരു കുടുംബമായി
ദൈവഭയമുള്ള ഒരു യുവാവായി, ദൈവഭയമുള്ളൊരു യുവതിയായി, ദൈവഭയമുള്ളൊരു വിദ്യാർത്ഥിയായി, ദൈവഭയമുള്ളൊരു സമൂഹമായി നാം കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കണം. നാം എന്ത് ചെയ്താലും ഇത് എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ആലോചിക്കണം. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവവചനത്തിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്, ഒരു വെളിപ്പെടുത്തലാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങൾ ഒരു കുടുംബത്തിൽ പ്രശ്നം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, വലിയൊരു പാപ അന്തരീക്ഷം വരുമ്പോൾ നിരാശപ്പെട്ടിരിക്കുന്നോ അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുന്നതോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോ ഇതൊന്നും അല്ല രക്ഷയുടെ മാർഗം. ഞാനും നിങ്ങളും ഇപ്പോൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് പൊട്ടിക്കരയണം, നിലവിളിക്കണം, കർത്താവിലേക്ക് തിരിയണം. യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട ആ രക്ഷയെ ഞാനും നിങ്ങളും സ്വീകരിക്കണം. ഇതിലാണ് കർത്താവ് ആനന്ദിക്കുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, ഏകസത്യ ദൈവമായ അങ്ങയെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പുത്രനായ യേശു പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും അനേക മക്കൾ തീരെ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിലേക്ക് തിരിയുമ്പം ഞാൻ നിൻ്റെ തിരിച്ചിൽ, ഞാൻ നിൻ്റെ പരിവർത്തനം കണ്ടു, ഞാൻ നിൻ്റെ മനസ്സ് കണ്ടു, ഞാൻ നിൻ്റെ ഹൃദയം കണ്ടു എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി വാഴത്തോപ്പിൽ ഒരു കൺവെൻഷൻ, ഇടുക്കിയിലുള്ള വാഴത്തോപ്പിൽ ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരു പാവപ്പെട്ട ചേട്ടൻ, ഒരു സാധാരണ ചേട്ടൻ ജീവിതത്തിൻ്റെ ഒരു ഞെരുക്കത്തിൽ കർത്താവിലേക്ക് തിരിഞ്ഞ് യേശുവിനെ വിളിച്ചു. എങ്ങനെ കർത്താവ് ഇടപെട്ടുവെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പേര് ജോസഫ് എന്നാണ്. വീട്ടുപേര് വാട്ടപ്പള്ളിയിൽ, മരിയാപുരം പഞ്ചായത്തിൽ വിമലേരി ഇടവയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഹൈറേഞ്ചിൽ കുടിയേറിയിട്ട് 57 വർഷമായി. 30 വർഷം ആയിട്ട് എൻ്റെ 2 കാലുകളുടെ മുട്ടുകൾക്ക് വേദനയും നീരും സഹിക്കാൻ പാടാത്ത രീതിയിലുണ്ടാകുമായിരുന്നു. മിക്കവാറും ഈ വേദനയുള്ളതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ ഞാൻ നല്ല തൈലം കരുതുമായിരുന്നു. കൃഷിപ്പണി ആയതുകൊണ്ട് എല്ലാ ദിവസവും പണികൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഈ കാലിന് നീരും വേദനയായിരിക്കും. അപ്പോൾ ഈ കുഴമ്പ് നന്നായിട്ട് പുരട്ടി 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്തിരിക്കും. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് നീരുമില്ല, വേദനയില്ല. വീണ്ടും പണിക്ക് പോകും. അങ്ങനെ 30 വർഷം ഞാൻ കഴിച്ചു കൂട്ടി. 30 വർഷത്തോളം ഈ രോഗപീഠയെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുവരെ എത്തിച്ചു. 2014 വെള്ളയാങ്കുടി പള്ളിയിൽ അച്ഛൻ്റെ അഭിഷേക ധ്യാനം വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ കാലിൻ്റെ വേദനകൾക്ക് സഹിക്കാൻ പാടില്ലാത്ത വേദനകളും നടക്കാൻ പാടില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ഈ കൃഷിയിടം പറമ്പൊക്കെ കാണാൻ കൊതിയായിട്ട് 1 മാസം വരെ മറ്റേ പറമ്പിൽ കയറി പോകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1 മാസമായിട്ട് പറമ്പിൽ കയറാൻ പറ്റില്ല, അതേമാതിരി കാലിനൊക്കെ വിഷമം. ലാസ്റ്റ് പറമ്പ് കാണാനുള്ള കൊതിയാവുമ്പോൾ എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി പോവും. അപ്പോൾ കയറ്റപ്പുറമാണ്. മോളിൽ പോയിട്ട് കൃഷിയിടമൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിപ്പോരുമ്പോൾ 4 കാലയിൽ കുത്തി പുറകോട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. ദൈവമേ, മുന്നോട്ട് ഇറങ്ങിപ്പോരാൻ പറ്റുകയില്ല. കാലിന് സ്വാധീനമില്ലായിരുന്നു. അങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അള്ളി പിടിച്ച് കയറി പോകും. അതെ, തിരിച്ചു പോരാനായിട്ട് നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ കട്ടപ്പന ഒരിക്കലും ഈ സമയം വരെ ഇത്രയും 30 വർഷമായിട്ടും എൻ്റെ കാലുമുട്ട് കാണിക്കാൻ ഒരു ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ സമീപിച്ചിട്ടില്ല. ഒരു ചികിത്സയ്ക്ക് പോയിട്ടില്ല. അവസാനം ഈ വേദന സഹിക്കാൻ പാടില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിൽ ഓർത്തോയുടെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർമാർ 2 പേര് കൂടി എൻ്റെ കാലിന് പരിശോധിച്ച് വന്നിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ എന്നെ അവരുടെ മുറിയിലേക്ക് വിളിച്ചിട്ട് ഒരു കസേര ഇട്ട് തന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുത്തി. എന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. മുട്ടത്തോട് പോലെ കാലിൻ്റെ 2 മുട്ടുകളും മുട്ടത്തോട് പോലെ മാത്രം കാണാം, ഉള്ളിലൊന്നുമില്ല. എല്ലാം ദ്രവിച്ചു പോയി, ഒന്നുമില്ലാത്ത ഒരു തോട് മാത്രമുണ്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 30 വർഷം കൊണ്ട് അത് അതുപോലെയായി. അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു ഈ മുട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇനി ഡോക്ടർമാർക്ക് ഒരു ചികിത്സയും ചെയ്യാനില്ല.
ഈ മുട്ടുകൊണ്ട് ഇനി നടക്കരുത്, ഇത്രയും എനിക്ക് 78 വയസ്സുണ്ട്. അപ്പോൾ അച്ഛൻ ഡോക്ടർ പറഞ്ഞു, ഇത്രയും പ്രായം വരെ നടന്നില്ലേ, അതൊക്കെ തമ്പുരാൻ്റെ കൃപ കൊണ്ട് നടന്നതല്ലേ, ഇനി നടക്കണ്ട, വീട്ടിൽ പെരയ്ക്കാത്തോടെ മാത്രം നടന്നാൽ മതി. അങ്ങനെ നടക്കുമ്പോഴും 2 കാലിലും ഉറയിടണം, ഉറയിട്ടേ നടക്കാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ചെരിഞ്ഞ് വീണാൽ അപ്പോൾ ഈ മുട്ടത്തോട് പൊട്ടും പോലെ പൊട്ടിപ്പോവും എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നടത്തി തരാം, ഒരു മുട്ടിന് 1 ലക്ഷം രൂപ വെച്ച് മുടക്കണം ഓപ്പറേഷൻ. അതിൻ്റെ പാർട്സിന് 80,000 രൂപയും ഓപ്പറേഷൻ ചാർജ് 20,000 രൂപയും. അങ്ങനെ അവർ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തന്നെ തീരുമാനിച്ചു, അതിൻ്റെ ആവശ്യം ഇനിയില്ല, ഇത്രയും പ്രായമായല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ നടക്കാം എന്ന് തീരുമാനിച്ച് പൈസ കൊടുത്തിട്ട് നടക്കേണ്ട ആവശ്യമില്ല, വേണ്ടാന്ന് തീരുമാനിച്ചു. ദൈവം നടത്തുന്നിടത്ത് കൂടെ നടന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, നമ്മൾ എവിടെയെങ്കിലും ഇരുന്നോളാം. അവിടുന്ന് പോരാൻ നേരത്ത് ഡോക്ടർമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു 15 ദിവസത്തേക്ക് വേദനയ്ക്കുള്ള ഗുളിക മാത്രം തരാം, അത് കഴിച്ചോ, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉപേക്ഷിച്ച് വിട്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളയാംകുടിയിൽ അഭിഷേക ധ്യാനം ആരംഭിക്കുന്നത്. ഈ ധ്യാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കൃഷിക്കാരനാണ്. ആദ്യകാലത്ത് കൃഷി ചെയ്ത കൊടികളെല്ലാം മൊത്തം നശിച്ചു പോയി. അപ്പം മിക്കവാറും പറമ്പ് നിറച്ച് കൊക്കോയാണ്. അപ്പോൾ ഈ കൊക്കോ, എൻ്റെ ഒരു മോനുണ്ട്, മോനോട് പറഞ്ഞു, മോനെ നമുക്ക് ഒരു 3-4 പണിക്കാരെ വിളിക്കുക, ഈ കൊക്കോ എല്ലാം കുറേ വെട്ടിയിട്ട് ഒരു 100-500 മുരിക്കുംകാലെങ്കിലും ഈ വർഷം ഇടണം എന്ന് പറഞ്ഞിരുന്നു. അവനതനുസരിച്ച് പണിക്കാരെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. ഈ ധ്യാനം കൂടി തമ്പുരാൻ്റെ അടുക്കൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് 5 ദിവസവും കുടുംബത്തോടെ പോയി ഞങ്ങൾ അഭിഷേകാഗ്നി ധ്യാനം. 5 ദിവസവും കുടുംബത്തോടുകൂടെ ഒരുമിച്ച് എല്ലാവരും കൂടെ വന്ന് അഭിഷേകാഗ്നി കൺവെൻഷൻ കൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ച്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം രാവിലെ പണിക്കാർ 4 പേര് വന്നു. ആ പണിക്കാരുടെ കൂട്ടത്തിൽ ധൈര്യമായിട്ട് എൻ്റെ വേദനയെ പറ്റിയോ മുട്ടിനെ സംബന്ധിച്ചോ പിന്നെ ചിന്തിച്ചില്ല. അവരുടെ കൂട്ടത്തിൽ ഞാനൊരു ആയുധം എടുത്തു, ഞാനും കയറിപ്പോയി, ഇറങ്ങി അങ്ങോട്ട് പറമ്പിലേക്ക് അങ്ങോട്ട് പോയി, ധൈര്യമായിട്ട് കയറിപ്പോയി. അതുപോലെ ഞാൻ കയറിപ്പോയ അവസ്ഥ ഒരു കാലത്തും അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ലായിരുന്നു. 19 വർഷമായിട്ട് ഒരിക്കലും അങ്ങനെ കയറാൻ പറ്റില്ല. ഭാഗത്ത് എടുത്ത് തലയിലാണ് കണ്ട് ഒരു തോർത്താൻ പറ്റില്ല, അത് തലയിലും കെട്ടി അങ്ങോട്ട് കയറിപ്പോയി. അവിടുന്ന് പറമ്പിൽ ചെന്നു 10 മണിയാവുന്നേരം പണിതു. ഒരിക്കലും കയറിപ്പോകാത്ത പറമ്പിൽ നിന്ന് 10 മണിയായപ്പോൾ പണിക്കാർ കൊടുത്ത് കാപ്പ് കുടിക്കാൻ ഇറങ്ങി വന്നു, തിരിച്ച് കയറിപ്പോയി. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങി വന്നു, വീണ്ടും കയറിപ്പോയി. 4 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി വന്നു. അങ്ങനെ 2 മാസങ്ങൾ പണിതതിന് ശേഷമാണ് 500 മുരിക്കുംകാല് കുഴിയെടുത്ത് ഞങ്ങളവിടെ കുഴിച്ചിട്ടത്. 500 മുരിക്ക്. അപ്പൊ കാലിൽ പിന്നെ വേദനയില്ല? ഇല്ല, ഒരു വേദനയില്ല. ഇല്ല, വേദനയില്ല. മുട്ടത്തോട് ഇപ്പൊ എന്തായി കാണും? നോക്ക് മക്കളെ, കേക്ക് മക്കളെ, വിശ്വാസത്തോടെ കുടുംബം ഒരുമിച്ച് ധ്യാനം കൂടിയതാണ്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആ കാല് പരിപൂർണ സൗഖ്യം. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ പണിയെടുത്ത് ജീവിക്കുന്നു. 30 വർഷത്തിന് മുമ്പ് പണിയെടുത്തിരുന്നില്ലേ, അതേമാതിരി ഇപ്പൊ പണിയെടുക്കുക. അതാണ് ഇത് ഗംഭീര പരിപാടി കേട്ടോ. അപ്പച്ചന്റെ പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ജോസഫ്. ജോസഫ് ഏട്ടാ, ഇത് വളരെ വിരളമായ ഒരു അത്ഭുത സൗഖ്യമാണ് സംഭവിച്ചിരിക്കുന്നത്. വിരളത്തിൽ വിരളം. അതുപോലുള്ള ഹീലിംഗ് ആണ് ഈശോ ആ കൺവെൻഷൻ വെച്ച് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ച് നോക്ക്, ഇതിൻ്റെയൊക്കെ ശരിക്കും ഓരോ ഈശോ വന്ന് ഈ 73 എത്ര വയസ്സ് പ്രായമുണ്ട്? 78 വയസ്സ് പ്രായം. 78 വയസ്സ് പ്രായം. ഈ അപ്പച്ചനോട് ഈശോ കരുണ കാണിച്ചത് കണ്ട എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ച് നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു അത്ഭുതം കണ്ട. പിറ്റേ ദിവസം കൺവെൻഷൻ 5 ദിവസം ശരിക്കും അങ്ങോട്ട് കൂടി. ആ ദിവസങ്ങളിൽ പണിയാൻ പോയില്ല. ഇവിടെ ചിലർ കൺവെൻഷൻ ദിവസങ്ങളിൽ പണിയാൻ പോകും, ബാക്കി ദിവസങ്ങളിൽ കിടപ്പ്. ആശുപത്രിയിലായിട്ടും വീട്ടിലായിട്ടും കിടപ്പ്. ഈ അപ്പച്ചൻ കൺവെൻഷൻ ദിവസങ്ങളെല്ലാം പണി നിർത്തി ഫുള്ള് ധ്യാനം അങ്ങോട്ട് കൂടി. കൺവെൻഷൻ കഴിഞ്ഞ് പിന്നെ ഇറങ്ങി പഴയ പുലിക്കുട്ടിയെ മാതിരിയാണ് പിന്നെ അങ്ങോട്ട് പോയത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കൈയടിച്ച് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാ ഈ ഒരു അപ്പച്ചൻ്റെ അനുഭവം കേട്ടപ്പോൾ
എൻ്റെ ഹൃദയത്തിൽ ആ രാത്രി കർത്താവിൻ്റെ ഇടപെടലിനെ കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ടായി. മുട്ടിപ്പായി 5 ദിവസം കുടുംബം മുഴുവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 20-ാം തിരുലിഖിതം, പ്രഭാഷകൻ 17:20. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. ഞാനും നിങ്ങളത് വിശ്വസിക്കണം. എൻ്റെ ദുഃഖത്തിൽ ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞാൽ, എൻ്റെ കടബാധ്യതയിൽ ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞാൽ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞാൽ, എൻ്റെ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിലേക്ക് ഹൃദയം അർപ്പിച്ച് ജീവിത പരിവർത്തനം വരുത്തി കുമ്പസാരിച്ച് ദൈവത്തെ ആരാധിക്കുന്നൊരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങൾ തിരിഞ്ഞാൽ, തൻ്റെ പക്കലേക്ക് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിലുടനീളം ഈ ഒരു പ്രബോധനം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിയാതെ തന്നിഷ്ടം കാണിച്ച് താൻ തോന്നിത്തം ചെയ്ത് വെല്ലുവിളിച്ച് ദുർമാർഗിയായി പ്രാർത്ഥനയില്ല, ആത്മീയ കാര്യങ്ങളില്ല, വചനയില്ല, ദേവാലയ കർമ്മങ്ങളില്ല, ഇങ്ങനെ തന്നിഷ്ടം നടക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമാണ്, ദൈവത്തിൻ്റെ ഇടപെടലിനുള്ള വഴിയാണ്, വാതിലാണ് ഞാൻ നിങ്ങൾ അടച്ചു കളയുന്നത്. ഇതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ 119-ാം അധ്യായത്തിൽ 118-ഉം 119-ഉം തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അങ്ങയുടെ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ അവിടുന്ന് നിരാകരിക്കുന്നു, അവരുടെ കൗശലം വ്യർത്ഥമാണ്. ഭൂമിയിലെ ദുഷ്ടന്മാരെ വിലകെട്ടവരായി അവിടുന്ന് പുറംതള്ളുന്നു. ഭൂമിയിലെ ദുഷ്ടന്മാരെ വിലകെട്ടവരായി അവിടുന്ന് പുറംതള്ളുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ജീവിതം നീ യേശുവിന് സമർപ്പിക്കുക. നിന്റെ ജീവിതം നീ ദൈവത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. നിന്റെ നടപ്പ് ദൈവത്തിന് ഇഷ്ടകരമല്ലാത്ത വഴികളിലാണെങ്കിൽ നീ അതിന് പിന്തിരിഞ്ഞ് കർത്താവിലേക്ക് തിരിയുക. കർത്താവിൻ്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വരാൻ നീ ആഗ്രഹിക്കുന്നുവോ? കർത്താവിൻ്റെ മഹത്വം നിന്റെ രോഗത്തിലേക്ക് വരാൻ നീ ആഗ്രഹിക്കുന്നുവോ? നിന്റെ കടബാധ്യതയിലേക്ക് കർത്താവിൻ്റെ മഹത്വം വരാൻ നീ ആഗ്രഹിക്കുന്നുവോ? തകർച്ചയിലേക്ക് കർത്താവിൻ്റെ മഹത്വം വരാൻ നീ ആഗ്രഹിക്കുന്നുവോ? കണ്ണുനീരിലേക്ക് കർത്താവിൻ്റെ മഹത്വം വരാൻ നീ ആഗ്രഹിക്കുന്നുവോ? നീ കർത്താവിലേക്ക് തിരിഞ്ഞ് നിന്റെ ഹൃദയം കൊണ്ട് നീ കർത്താവിനെ ആശ്രയിക്കണം. ഒരു ആ ചേട്ടൻ്റെ അനുഭവം, ബോൺ ക്യാൻസർ വന്ന് ഒരു നിവൃത്തിയില്ല, ഇനി ഇതുകൊണ്ട് ഒരു കാര്യമില്ല, ഡോക്ടർമാർ മെഡിക്കൽ സയൻസ് അസാധ്യം എന്ന് പറഞ്ഞ സൗഖ്യം ഒരു ചേട്ടൻ്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞത് ആ ചേട്ടൻ പറയുന്നത് ഉൾപ്പുളകത്തോടെ ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ പേര് ജോർജ്, വൈറ്റില, എറണാകുളം. ഞാൻ 2014 എൻ്റെ കുടുംബസമേതം ഇവിടെ അച്ഛനെ കാണുന്നതിന് ഇവിടുത്തെ ഒരു ദിവസത്തെ ധ്യാനം കൂടാൻ ഒരു വെള്ളിയാഴ്ച ദിവസത്തോടെ വന്നിരുന്നു. ഒരു വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 2014-ാം ആണ്ടിൽ ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ അച്ഛനുണ്ടായിരുന്നില്ല. വേറൊരു അച്ഛൻ എൻ്റെ തലക്കുടിച്ച് പ്രാർത്ഥി. എനിക്ക് ബോൺ ക്യാൻസറാണ്. 7 വർഷമായി 2007 മുതലാണ് എൻ്റെ അസുഖം തുടങ്ങിയത്. 7 വർഷമായി ബോൺ ക്യാൻസർ ആയിരുന്നു. 5 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു എൻ്റെ മുട്ടുകാലിൽ. അതിനുശേഷം ഞാൻ വീൽ ചെയറിലാണ് അവിടെ വന്നത്. 2014 ഇവിടെ വന്നപ്പോൾ വീൽ ചെയറിലാണ് വന്നത്. വീൽ ചെയറിലാണ് ഞാൻ വന്നത്. അപ്പോൾ അതിനുശേഷം അപ്പം അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാൻ അതിനുശേഷം 2014 ഇത് വല്ലാർവാടം അച്ഛൻ്റെ അഭിഷേകാഗ്നി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാൻ ഒരു ദിവസമെങ്കിലും കൂടണമെന്ന് കരുതി ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ അച്ഛൻ എൻ്റെ തലക്കുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം 5 ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 5 ദിവസം ഞാൻ പോയി. 5-ാമത്തെ ദിവസം അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, കാല് മുറിക്കണ്ട,
ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. കാലൊന്നും മുറിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം, പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. കാല് മുറിക്കണമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ഞാൻ പോയിട്ടേ ഇല്ല. ഇവിടെ ഇപ്പോൾ ഞാൻ അതിനുശേഷം വാക്കറിലായി ഒരു വടി പിടിച്ച് നടന്ന് ഇപ്പം ഞാൻ കാർ ഓടിച്ച് 10-60 കിലോമീറ്റർ വരെ ഞാൻ പോകുന്നുണ്ട്. കാർ ഓടിച്ച് ഇവിടെ എത്തി. ഒരു മഹാത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വീൽ ചെയറിലായിരുന്നു, അത് മാറി ഇപ്പോൾ കാർ ഓടിച്ച് സുഖമായിട്ട് ഒരു കേടും ബുദ്ധിമുട്ടുമില്ല, കംപ്ലീറ്റ് ക്ലിയർ ആയി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എത്ര അതിശയമായി ഇടപെടുന്നു. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കും ജീവനോടെ. നന്ദി നന്ദി നാദാ, സ്തുതി സ്തുതി എന്നാദാ. നന്ദി നന്ദി നാദാ, സ്തുതി സ്തുതി എന്നാദാ. അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു, യേശുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു, യേശുനാമമുയർത്തുന്നു, യേശുനാമമുയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാം തിരുലിഖിതം. തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. ആ ബോൺ ക്യാൻസറുള്ള ചേട്ടൻ, ജീവിതത്തിൻ്റെ വലിയ കണ്ണുനീര്, അദ്ദേഹം ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങളിലേക്ക് വന്നു. ശുശ്രൂഷയ്ക്ക് ഒരു ദിവസം വന്ന് കൂടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, 5 ദിവസം ശുശ്രൂഷയ്ക്ക് കൂടാൻ സാധിക്കുമോ? ആ സഹോദരൻ 100% സന്തോഷത്തിൽ പറഞ്ഞു, റെഡി. അവിടെ പ്രഘോഷിക്കുക, അവിടെ വചനങ്ങൾ കേട്ടു. ആ വചനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു, അനുതപിച്ചു, പൊട്ടിക്കരഞ്ഞു, കുമ്പസാരിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ച് ശുശ്രൂഷകളുടെ ഏറ്റവും അവസാനത്തെ ദിവസം വന്ന് ഒരു ബ്ലെസ്സിങ് സ്വീകരിച്ച് കർത്താവിൻ്റെ പ്രമാണങ്ങളോടും വചനങ്ങളോടും നീതിവിധികളോടും താല്പര്യത്തോടെ ഹൃദയം തുറന്നിരുന്ന ചേട്ടനെ കർത്താവ് കണ്ടു. ഒരു ഒറ്റ വാക്ക് മതി, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. ഇനി കാല് മുറിക്കേണ്ട ചേട്ടാ, അത് മതി, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. പ്രഭാഷകൻ 18-14 തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. സന്തോഷത്തിന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെല്ലാവരും ഏക മനസ്സോടെ, എൻ്റെ ദൈവമേ, കരിങ്കല്ല് പോലുള്ള എൻ്റെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ അനുഭവമില്ലാതെ കർത്താവിലേക്ക് തിരിയാൻ തോന്നുന്നില്ല. ലോക സന്തോഷങ്ങളിൽ ഭ്രമം പൂണ്ട് കിടക്കുകയാണ്. ലോകത്തിൻ്റെ ആഹ്ലാദങ്ങളിൽ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മായാകാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. കർത്താവേ, എൻ്റെ മനസ്സിനെ, ഈ ഹൃദയത്തെ നിന്നിലേക്ക് തിരിക്കാൻ ഇപ്പോൾ ഒരു ദിവ്യ സ്പർശനം എനിക്ക് നൽകണമേ. 2 കരങ്ങൾ ഉയർത്തി കുട്ടികൾ, യുവതിവാക്കന്മാർ, കുടുംബാംഗങ്ങൾ, കുടുംബം ഒരുമിച്ച്, സമൂഹം ഒരുമിച്ച് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. മനസ്സ് തിരിവിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവവിശ്വാസത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ വർഷിക്കണമേ. അനുതാപത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. ഇന്ന് വരെയും ദൈവത്തെ തേടാത്ത ഹൃദയങ്ങളിലേക്ക് ദൈവത്തെ തേടാനുള്ള ഒരു പുതിയ തുറവി, ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ ക്ഷണം ഇപ്പോൾ നൽകണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.
ക്ഷമിക്കുന്ന സ്നേഹം സാദരം കുമ്പിടാം പാണികൾ കൂപ്പിടാം പരിശുദ്ധദാനത്തെ ആരാധിക്കാം. ആരാധന നിത്യമാരാധന പരിശുദ്ധനായവൻ ആരാധന. ആരാധന നിത്യമാരാധന തിരുവോസ്തിരൂപനിൻ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളെയും ഓരോ ജീവിതങ്ങളെയും പല വിധത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്ന സമയമാണ്. പരിശുദ്ധ കുർബാന ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ വിഷമാണോ അതെല്ലാം പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. മാതാപിതാക്കളും മക്കളും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. സമൂഹം ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഈ സമയം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കണം. നന്നായിട്ട് അതരം തുറക്കണം, പ്രാർത്ഥിക്കണം. കൈകൾ ഉയർത്തി ഉറക്ക സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ കുടുംബങ്ങളെ ഗ്രസിക്കുന്ന എല്ലാ ഭിന്നതകളെയും കലഹങ്ങളെയും ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതയുടെയും രോഗബാധയുടെയും മാരകവ്യാധികളുടെയും ആധിപത്യങ്ങളെ കർത്താവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ഇപ്പോൾ തന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനും പാഠങ്ങളിൽ നന്നായി ഗ്രഹിക്കാനും സ്കൂളിൽ പോകാനും തടസ്സമുണ്ടാക്കുന്ന തടസ്സശക്തികൾ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ജോലി മേഖലയുള്ള അസ്വസ്ഥതകൾ, സമാധാനക്കേട്, പ്രമോഷന്റെ തടസ്സങ്ങൾ, ശമ്പളം കിട്ടാനുള്ള തടസ്സങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ നീങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. അവിശ്വാസ പീഡയെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോട്ടെ. അനേക ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കർത്താവേ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധനായവൻ ആരാധന. ആരാധന നിത്യമാരാധന തിരുവോസ്തിരൂപനിൻ ആരാധന. സ്തുതിക്കാം, സ്തുതിക്കാം, ഒന്നു ചേർന്നു സ്തുതിക്കാം, യേശുവെ ആരാധിക്കാം. വാഴ്ത്താം, വാഴ്ത്താം, യേശുനാമം വാഴ്ത്താം, നാഥനെ വാഴ്ത്തി പാടാം.